BJP-മാർ ലീഗും ഉൾപ്പെടെയുള്ളവർ പരിഭ്രാന്തരാകുമ്പോ ഒരുപാട് സന്നാഹങ്ങൾ എടുക്കും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ നമ്മൾ നല്ല സംയമനത്തോടുകൂടി ജനങ്ങളോട് ജനാധിപത്യം വിശദീകരിച്ച് ജനങ്ങളോട് നല്ല രാഷ്ട്രീയം പറഞ്ഞു, ലീഗിന്റെ ഭാഷയിലല്ല നല്ല ഭാഷയിൽ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ലീഗുകാരായി നിൽക്കുന്നവരെ പോലും ഇടതുപക്ഷത്തിന്റെ കൊടിക്കീഴിലേക്ക് കൊണ്ടുവരാനും വോട്ടഭ്യർത്ഥിക്കാനും അവരുടെ വോട്ട് പോലും നമുക്ക് മനസ്സറിഞ്ഞവർ തരുന്ന നിലയും ഉണ്ടാകണം. മാറണം, കാലം മാറിയേ മതിയാകൂ. ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകരുണ്ടെങ്കിലും ഇവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഒരാളും എവിടേക്കും പോകേണ്ടതില്ല, ഒരാളും പോകേണ്ടതില്ല. നാടിത് കാണട്ടെ, ഒരാളും പോകരുത്. കേരളത്തിന്റെ ചരിത്രം ഈ ലീഗുകാരൻ അറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല തന്നെ, അറിയില്ലെന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് തന്നെ. കേരളത്തിന്റെ ചരിത്രം അറിയില്ല, ഈ നാടിനെ അറിയില്ല. ഇടതുപക്ഷം എന്ന ഇടതുപക്ഷമുണ്ടല്ലോ, ഞാൻ ചോദിക്കട്ടെ, ഉത്തരേന്ത്യയിലെ തെരുവിലെവിടെയെങ്കിലും ഒരിടത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇങ്ങനെ ഒച്ച വെക്കാനാകുമോ? എന്തുകൊണ്ട് ഒച്ച വെക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ കേരളത്തിൽ ഒച്ച വെക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ കേരളത്തിന്റെ അപ്പുറത്ത് ഈ അതിർത്തി കടന്ന് കർണാടകയുടെ മണ്ണിൽ പോയി ഒച്ച വെക്കാൻ കഴിയോ? എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒച്ച വെക്കാനും കൂകാനും ലീഗുകാരന് കഴിയുന്നു എന്ന് ചോദിച്ചാൽ, പാറിപ്പറക്കുന്ന ഈ ചെങ്കൊടിയുടെ തടലിലാണ്, കരുത്തിലാണ്, അല്ലാതെ മറ്റൊന്നിന്റെയും ബലത്തിലല്ല. അല്ല തന്നെ, അല്ല തന്നെ. ഈ കേരളത്തിന്റെ ചരിത്രം അറിയണം ലീഗ്. എന്തിനു നിങ്ങൾ ഒച്ചപ്പാടുണ്ടാകണം? എന്തിനു നിങ്ങൾ ബഹളം വെക്കണം? എന്തിനു നിങ്ങൾ ബഹളം വെക്കണം? ഈ നാടിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കും, ലീഗിനെ വിമർശിക്കും. ലീഗ് വിമർശിക്കാൻ കഴിയാത്ത വിശുദ്ധ പശുവാണെന്ന് ആര് പഠിപ്പിച്ചോ? ആര് പഠിപ്പിച്ചോ? ആര് പഠിപ്പിച്ചോ? അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ, അങ്ങനെയൊന്നും ആരും കരുതുകയും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തിരഞ്ഞെടുപ്പിലെന്നല്ല, വരാനിരിക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയിക്കും, വരാനിരിക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയിക്കും. ഒരു സംശയവും വേണ്ട. ലീഗ് അസ്വസ്ഥമാകണ്ട, അങ്ങനെ അസ്വസ്ഥമായി കാണിക്കുകയും വേണ്ട. അതൊക്കെ അങ്ങ് കയ്യിൽ മടക്കി വെച്ചിരുന്നാൽ മതി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് വേണ്ട, വേണ്ട തന്നെ. അങ്ങനെയൊന്നും കരുതരുത്, അങ്ങനെയൊന്നും കരുതുന്ന കാലം കഴിഞ്ഞു പോയി. ഉമ്മൻചാണ്ടി അല്ല കേരളം ഭരിക്കുന്നത്, പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത്. മറന്നു പോകരുത്, മറന്നു പോകരുത്. രാഹുൽ ഗാന്ധിയെ കൊണ്ട് നടന്നില്ലേ നിങ്ങൾ? രാഹുൽ ഗാന്ധിയെ കൊണ്ട് നടന്നില്ലേ? ആ രാഹുൽ ഗാന്ധിയുടെ കുട്ടികളല്ല ഈ നിൽക്കുന്നത്. വെയിലത്തും മടയിലും വാടാതെ നിൽക്കുന്ന കത്തുന്ന സൂര്യന്റെ കുട്ടികളാണ് ഈ നിൽക്കുന്ന ഇടതുപക്ഷക്കാർ. ആ ഇടതുപക്ഷത്തിന് ഒരാളും വില പറയാൻ വരണ്ട, ഒരാളും വില പറയാൻ വരണ്ട. ലീഗിനെ ആര് പറയുന്നു? പറയുന്നവരുണ്ട് ഇവിടെ, ആയിരങ്ങളുണ്ട് ഇവിടെ. നാവറുക്കുമോ ലീഗ്? ലീഗ് നാവറുക്കുമോ? ജനാധിപത്യത്തിന്റെ വഴിയരികിൽ ഈ കേരളത്തിൽ ലീഗിന് എത്രയിടത്ത് പ്രാതിനിധ്യമുണ്ട്? എന്നാൽ ഈ കേരളത്തിലെമ്പാടും പ്രാതിനിധ്യമുള്ള ഒരു കൊടി പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അവിടെയെല്ലാം ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യുകയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ കിതാബ് കാണിച്ച് വോട്ട് പിടിക്കുന്നവരല്ല, അല്ല, ഞങ്ങൾ വികസനം പറഞ്ഞ് വോട്ട് പിടിക്കുന്നവരാണ്. നാട്ടിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കുന്നവരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത് ഈ നാടിന്റെ വികസനത്തിനാണ്, ഈ നാടിന്റെ മതേതരത്വത്തിനാണ്. ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു, ലീഗ് കണക്ക് പറയേണ്ടി വരും. കണക്ക് പറയേണ്ടി വരുന്നത് ഇന്ത്യൻ മതേതരത്വത്തിന് കോൺഗ്രസ് കുരുതി കൊടുക്കുമ്പോൾ കോൺഗ്രസിനോടൊപ്പം കൂട്ടുകൂടിയതിന് കണക്ക് പറയേണ്ടി വരും. ലീഗ് കണക്ക് പറയേണ്ടി വരും. കാലത്തിന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരും. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. കേരളത്തിന്റെ ചരിത്രം അതാണ് ഞാൻ പറഞ്ഞത്, പഠിക്കണമെന്ന്. മതേതരത്വത്തിന്റെ ചരിത്രമാണ്, മതേതരത്വത്തിന്റെ ചരിത്രമാണ്. ഈ മണ്ണ് ഒരുമിച്ചു നിന്നു, ശരിയല്ലേ? ഈ മണ്ണ് ഒരുമിച്ചു നിന്നില്ലേ? സംഘപരിവാരത്തിന്റെ തേരോട്ടത്തെ ചെറുക്കാൻ അവിടെ നിങ്ങളല്ലേ ഒട്ടുകാരായി മാറിയത്? നിങ്ങളല്ലേ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിയത്? നിങ്ങളല്ലേ പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടിയത്? നിങ്ങളല്ലേ കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയുടെ കൂടെ പോയി അവർക്ക് കൂട്ടാളിയായി മാറിയത്? എന്തിന്? നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന ഈ വീറും വാശിയും നിങ്ങളുടെ നേതൃത്വമായ കോൺഗ്രസിനോട് കാട്ടിയിരുന്നെങ്കിൽ കോൺഗ്രസ് നന്നായേ. ലീഗ് പിന്തുണ പിൻവലിക്കുമെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ബാബറി തകർത്തപ്പോൾ
എന്തുകൊണ്ട് ഇപ്പോഴും കോൺഗ്രസിനെ നിലക്ക് നിർത്താൻ ഒരു ഘടകകക്ഷിയായ ലീഗ് സാധിക്കുന്നില്ല? നിങ്ങൾക്ക് ഇവിടെ അഴിമതി നടത്താൻ കോൺഗ്രസിന് നിങ്ങൾ ഗൺ പോയിന്റ് നിർത്തുമല്ല. എന്തുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഒരക്ഷരം കോൺഗ്രസ് മിണ്ടിയില്ല? ലീഗ് ഗൺ പോയിന്റിൽ നിർത്തി. അതിന് ലീഗിന് നാവുയരും. LDF കാരൻ വന്ന് പ്രസംഗിച്ചാൽ പ്രസംഗം നിർത്താൻ പറയാൻ നാവുയരും. എന്തുകൊണ്ടാണ് ബാബറി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം പണിതപ്പോൾ ആ രാമക്ഷേത്ര നിർമ്മാണ ദിവസം മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരങ്ങളിൽ മധുരം വിളമ്പിയപ്പോൾ ഇത് തെറ്റെന്ന് ഉറക്കെ പറയാൻ എന്തുകൊണ്ട് ലീഗിന്റെ ഈ നാവുയർന്നില്ല? എന്തുകൊണ്ട് ഉയർന്നില്ല? 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തെറിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സന്നാഹങ്ങളിൽ ഒന്നായ ഇന്ത്യയുടെ സകല സേനാവ്യൂഹങ്ങളും ആകാശത്തിന്റെ അനന്തതയിലേക്ക് തോക്കിൻകുഴലുകൾ ഉയർത്തിപ്പിടിച്ച ഗാർഡ് ഓഫ് ഓർഡർ കൊടുത്തു നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSS കാരനായിരുന്നില്ല, നിങ്ങൾ കൈയടിച്ച് മാപ്പിളപ്പാട്ട് പാടി സ്വീകരിക്കുന്ന കോൺഗ്രസുകാരനായിരുന്നു. ആ കോൺഗ്രസുകാരനോട് അരുതെന്ന് പറയാൻ ഇതുപോലും ഒച്ച വെക്കാൻ എന്തുകൊണ്ട് ഉയർത്തില്ല? എങ്കിലന്ന് കോൺഗ്രസ് നന്നായനെ. അതുകൊണ്ട് ഞങ്ങളടുത്ത് ഒച്ച വെച്ച് നാവ് ഉയർത്തി ഞങ്ങളെ മെക്കെട്ട് കയറാൻ വരണ്ട. ആ ഒച്ച വെച്ച് കോൺഗ്രസിനെ നന്നാക്കാൻ വേണമെങ്കിൽ നോക്കിക്കോ, എന്നിട്ട് കൂടെ നിന്നോ. ഇല്ലെങ്കിൽ ചുറ്റിലും തിരിഞ്ഞു നോക്കുമ്പോൾ ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാർ കൂടെ ഉണ്ടാകില്ല. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വില കൊടുത്താൽ പോകുന്ന, വില കൊടുത്താൽ വാങ്ങാവുന്ന ഒരു പൊളിറ്റിക്കൽ കമ്മോഡിറ്റിയായി, ഒരു രാഷ്ട്രീയ ചരക്കായി ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറി. കപിൽ സിബലിന് കോൺഗ്രസ് വിശ്വാസമില്ല. അപ്പോഴാണ് ഇവിടുത്തെ 4-3 പേര് ലീഗുകാർക്ക് വിശ്വാസമുണ്ട് പോലും. വെച്ചോളൂ ആ വിശ്വാസം, പൊതിഞ്ഞു കെട്ടി പോക്കറ്റിൽ വെച്ചോളൂ ആ വിശ്വാസം. പക്ഷേ ഈ രാജ്യത്തിന് ആ വിശ്വാസം നഷ്ടപ്പെട്ടു. അതാണ് ബീഹാറിൽ കണ്ടത്, അതാണ് രാജ്യത്ത് കാണുന്നത്, ഈ രാജ്യത്തിന്റെ തെരുവിടങ്ങളിൽ കാണുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ തിരഞ്ഞെടുപ്പിൽ സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുമ്പോൾ ലീഗ് പരിഭ്രാന്തരാകും. RSS മകളെയാണ്, BJP മകളെയാണ്. ആ BJP ലീഗും ഉൾപ്പെടെയുള്ളവർ പരിഭ്രാന്തരാകുമ്പോ ഒരുപാട് സന്നാഹങ്ങൾ എടുക്കും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ നമ്മൾ നല്ല സംയമനത്തോടുകൂടി ജനങ്ങളോട് ജനാധിപത്യം വിശദീകരിച്ച് ജനങ്ങളോട് നല്ല രാഷ്ട്രീയം പറഞ്ഞു, ലീഗിന്റെ ഭാഷയിലല്ല നല്ല ഭാഷയിൽ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ലീഗുകാരായി നിൽക്കുന്നവരെ പോലും ഇടതുപക്ഷത്തിന്റെ കൊടിക്കീഴിലേക്ക് കൊണ്ടുവരാനും വോട്ടഭ്യർത്ഥിക്കാനും അവരുടെ വോട്ട് പോലും നമുക്ക് മനസ്സറിഞ്ഞവർ തരുന്ന നിലയും ഉണ്ടാകണം. മാറണം, കാലം മാറിയേ മതിയാകൂ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വേദികളിലേക്ക് പോകേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇതിനെല്ലാം മറുപടി പറയേണ്ടത് എന്ന് മാത്രം ഈ നല്ല നാടിനെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിർത്തുന്നു. അഭിവാദനങ്ങൾ.